കഥാപാത്രങ്ങളെ പറ്റി മാത്രമല്ല ഇത്രയും സ്നേഹബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സൗഹൃദം എല്ലാം ഇതുപോലെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എൻ്റെ ജ്യേഷ്ഠൻ പുള്ളിയുടെ സ്വന്തം സഹോദരനെ പോലെയാണ് കണക്കാക്കിയിരുന്നത്. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു ദിവസം പോലും ഒഴിവിട്ടി അവിടെ വരും. അവിടെ വന്ന് ചേട്ടൻ്റെ സൗകര്യങ്ങൾ അന്വേഷിക്കും. സാമ്പത്തികമായിട്ട് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ മകൻ്റെ വിവാഹം, എൻ്റെ വീട്ടിലെ ഏതാവശ്യങ്ങളും, അതിപ്പോൾ എൻ്റെ മാത്രമല്ല, ഇപ്പോൾ വിദ്യാലയത്തിൻ്റെ വീട്ടിലാണെങ്കിലും അമ്പിളിയുടെ വീട്ടിലാണെങ്കിലും ഓരോ വീടുകളിലും ചെന്നിട്ട് ആ കുടുംബാംഗമായിട്ട് വരും മാറുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് മറക്കാൻ വയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്ത് കോയമ്പത്തൂർ ആസ്പത്രിയിൽ കിടന്നാണല്ലോ മരിക്കുന്നതിന് 4 മണിക്കൂർ മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ വാർത്ത വന്നു. ഞാനായിട്ട് ഒരു ചാനലുകാരെ വിളിച്ച് ചീത്തയൊക്കെ പറഞ്ഞതാണ്. ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എനിക്ക് പെട്ടെന്നൊരു അസുഖം വന്നിട്ട് ആലുവയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അറിയിച്ചു അങ്ങനെ സുഖമായിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനിരിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർക്ക് പോകാനെല്ലാം എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവനെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞു, ഗീത പറഞ്ഞു, ഇപ്പോൾ പോകണോ ചേട്ടാ, പോയി വന്നിട്ട് കണ്ടാൽ പോരെ. ഇല്ലടി, എനിക്കങ്ങനെ പോകാൻ പറ്റില്ല, അവനവിടെ സുഖമില്ലാണ്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയാൽ എനിക്കൊരു സമാനം ഉണ്ടാവില്ല, അവനെ കണ്ടിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കിതിപ്പോൾ എൻ്റെ കണ്ണ് നിറയണം. അതായത് ഞങ്ങൾ അവസാനത്തെ കൂടിക്കാഴ്ച പിന്നീട് മരിച്ചതിന് ശേഷം കണ്ട് ആരങ്ങനെ എൻ്റെ സ്വന്തം സഹോദരൻ പോലും ചെയ്യില്ല. അങ്ങനെ അത്ര വൈകാരികമായിട്ടൊരു ബന്ധമായിരുന്നു ഞങ്ങളത്. അത് അത്രയും ഡീപ്പായിട്ട് അവനെന്നെ സ്നേഹിക്കേണ്ടത് എനിക്ക് ആ ഒരൊറ്റ ഇന്ന് മനസ്സിലായത്.